നമസ്കാരം. ഭാരതത്തിൻ്റെ ആകാശ അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും ശത്രുക്കളുടെ വ്യോമചലനങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയുന്നതിലും വ്യോമസേനയുടെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അഥവാ അവോക്സ് ശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇസ്രയേൽ സമർപ്പിച്ച പുതിയ നിർദ്ദേശം പ്രതിരോധ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. മുമ്പ് ഉപയോഗിച്ചിരുന്ന റഷ്യൻ ഇല്യൂഷൻ IL-78 വിമാനങ്ങൾക്ക് പകരം ലോകത്തിലെ ഏറ്റവും ആധുനികമായ ബോയിങ് 787 വൈഡ് ബോഡി വിമാന പ്ലാറ്റ്ഫോമിൽ അത്യാധുനിക ഫാൽക്കൺ റഡാറുകൾ ഘടിപ്പിച്ചു നൽകാമെന്നാണ് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും എൽറ്റ ഇലക്ട്രോണിക്സും സംയുക്തമായി ഭാരതത്തിന് മുന്നിൽ വച്ചിട്ടുള്ള പുതിയ വാഗ്ദാനം. ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള വ്യോമഭീഷണികൾ അതിവേഗം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ വ്യോമസേനയുടെ തന്ത്രപരമായ നിരീക്ഷണ ശൃംഖലയെ ശക്തിപ്പെടുത്താൻ ഈ നിർദ്ദേശം എത്രത്തോളം സഹായകരമാകുന്നു എന്നും ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ വികസന പദ്ധതികളെ ഇത് എങ്ങനെ ബാധിക്കുമെന്നും വിശദമായി വിലയിരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ വ്യോമസേനയുടെ ദീർഘദൂര വ്യോമ നിരീക്ഷണത്തിൻ്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് ഇസ്രയേലി സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച 3 ഫാൽക്കൺ അവാക് സംവിധാനങ്ങളാണ്. റഷ്യൻ നിർമ്മിത IL-78 വിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ സംവിധാനങ്ങൾ രാജ്യത്തിന് മികച്ച സേവനമാണ് നൽകുന്നത്. മുമ്പ് 2 ഫാൽക്കൺ അവാക്സുകൾ കൂടി അധികമായി വാങ്ങാൻ ഇന്ത്യ പദ്ധതി ഇട്ടിരുന്നു എങ്കിലും റഷ്യൻ വിമാനങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഭീമമായ ചെലവുകളും ഇസ്രയേലിൻ്റെ റഡാർ മിഷൻ സിസ്റ്റത്തിനായുള്ള ഉയർന്ന തുകയും കാരണം ആ പദ്ധതി പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. ഈ പ്രതിസന്ധിയെ മറികടക്കാനാണ് ഇപ്പോൾ റഷ്യൻ പ്ലാറ്റ്ഫോമിന് പകരം ലോകോത്തര നിലവാരമുള്ള ബോയിങ് 787 വിമാനങ്ങൾ ഇസ്രയേൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. പഴയ റഷ്യൻ വിമാനങ്ങളെ അപേക്ഷിച്ച് ബോയിങ് 787 വിമാനങ്ങൾക്ക് പ്രവർത്തനക്ഷമത, ദീർഘനേരം ആകാശത്ത് തുടരാനുള്ള ശേഷി, കുറഞ്ഞ അറ്റകുറ്റപ്പണി ചിലവുകൾ എന്നിവ കൂടുതലാണ്. കൂടാതെ ആധുനിക റഡാറുകൾക്കും മിഷൻ സിസ്റ്റങ്ങൾക്കും ആവശ്യമായ വലിയ തോതിലുള്ള വൈദ്യുതോൽപാദന ശേഷിയും വിമാനത്തിനുള്ളിലെ അത്യാധുനിക കൂളിംഗ് സംവിധാനവും ബോയിങ് 787 വിമാനങ്ങളുടെ വലിയ സവിശേഷതയാണ്. ഈ പുതിയ നിർദ്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഇസ്രയേൽ വികസിപ്പിച്ച ELW-2090 എയർബോൺ എയർലൈവ് വാർണിംഗ് റഡാറുകളുടെ നവീകരിച്ച പതിപ്പാണ്. ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്ന റഡാറുകളേക്കാൾ സാങ്കേതികമായി ഏറെ മുന്നിലാണ് ഈ പുതിയ പതിപ്പ്. ഇതിൽ കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ പ്രോസസ്സിംഗ് സംവിധാനങ്ങളും ശത്രു വിമാനങ്ങളെ കൃത്യമായി പിന്തുടരാൻ സഹായിക്കുന്ന അത്യാധുനിക അൽഗോരിതങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 5ാം തലമുറയിലെ അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെപ്പോലും വളരെ ദൂരത്ത് നിന്ന് കൃത്യമായി കണ്ടെത്താൻ ഈ റഡാറുകൾക്ക് സാധിക്കും. കടുത്ത ഇലക്ട്രോണിക് യുദ്ധ സാഹചര്യങ്ങളിലും ശത്രുക്കളുടെ ജാമിംഗ് പ്രതിരോധങ്ങളെ മറികടന്ന് കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ ഉള്ള ലക്ഷ്യങ്ങളെ തിരിച്ചറിയാൻ ഇതിന് പ്രത്യേക ശേഷിയുണ്ട്. ഇന്ത്യയുടെ തദ്ദേശീയ നിരീക്ഷണ വിമാനമായ നേത്രയിൽ നിന്ന് വ്യത്യസ്തമായി വിമാനത്തിന് മുകളിൽ കറങ്ങുന്ന റോട്ടോഡം ഘടനയിലാണ് ഫാൽക്കൺ റഡാറുകൾ സ്ഥാപിക്കുന്നത്. ഇത് വിമാനത്തിൻ്റെ ദിശ മാറ്റാതെ തന്നെ തുടർച്ചയായി 360 ഡിഗ്രി വ്യോമ നിരീക്ഷണം സാധ്യമാക്കും. എന്നാൽ ഇസ്രയേലിൻ്റെ ഈ ആകർഷകമായ നിർദ്ദേശം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുന്നിൽ വലിയൊരു തിരഞ്ഞെടുപ്പിൻ്റെ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കാരണം ഇന്ത്യ നിലവിൽ സ്വന്തം നിലയിൽ ആഭ്യന്തര അവാക് സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഒന്നിലധികം പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. നിലവിലുള്ള നേത്ര വിമാനങ്ങളുടെ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് എംപയർ പ്ലാറ്റ്ഫോമിൽ 6 പുതിയ നേത്ര MK-1A വിമാനങ്ങൾ വാങ്ങുന്നതിനാണ് വ്യോമസേന ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഇതിനു പുറമെ DRDO എയർബസ് A321 വിമാനങ്ങളെ അടിസ്ഥാനമാക്കി നേത്ര MK-2 പദ്ധതിയും വികസിപ്പിച്ചു വരുന്നുണ്ട്. ശക്തമായ തദ്ദേശീയ SR റഡാറുകൾ ഉപയോഗിക്കുന്ന നേത്ര MK-2 വരും ദശകങ്ങളിൽ ഇന്ത്യയുടെ പ്രധാന തന്ത്രപ്രധാന നിരീക്ഷണ പ്ലാറ്റ്ഫോമായി മാറുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഭാവി മുൻകൂട്ടി കണ്ട് 360 ഡിഗ്രി നിരീക്ഷണം സാധ്യമാകുന്ന ഗാലിയം നൈട്രൈഡ് സാങ്കേതിക വിദ്യയിലുള്ള നേത്ര MK-3 പദ്ധതിയെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അതിന് ഇതുവരെ ഔദ്യോഗിക സർക്കാർ അനുമതി ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ആഭ്യന്തര വികസനവും വിദേശ ഇറക്കുമതിയും തമ്മിലുള്ള കൃത്യമായ സന്തുലിതാവസ്ഥ കണ്ടെത്താൻ ഇന്ത്യ നിർബന്ധിതമായിരിക്കുകയാണ്. ആത്മനിർഭർ ഭാരത് നയത്തിൻ്റെ ഭാഗമായി തദ്ദേശീയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാൻ രാജ്യം വലിയ തോതിൽ ഫണ്ട് നീക്കിവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു വിദേശ അവാക്സ് പ്ലാറ്റ്ഫോം വാങ്ങുന്നത് തദ്ദേശീയ പദ്ധതികളുടെ വേഗതയെ ബാധിക്കുമോ എന്ന ആശങ്ക പ്രതിരോധ വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. എങ്കിലും തദ്ദേശീയ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമായി വ്യോമസേനയുടെ ഭാഗമാകാൻ ഇനിയും വർഷങ്ങളുടെ സമയമെടുക്കുമെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. പ്രാദേശിക സുരക്ഷാ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ചൈനയും പാകിസ്ഥാനും തങ്ങളുടെ വ്യോമസേനകളിൽ അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉൾപ്പെടുത്തി ശക്തി വർദ്ധിപ്പിക്കുകയാണ്. കൂടാതെ പാകിസ്ഥാൻ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ചെറിയ ഡ്രോണുകളെയും ലോ ഫ്ലൈയിങ് മിസൈലുകളെയും പോലും കൃത്യമായി കണ്ടെത്താൻ ഇതിലെ കൃത്രിമ ബുദ്ധി അധിഷ്ഠിതമായ റഡാറുകൾക്ക് ശേഷിയുള്ളതിനാൽ
അവരുടെ വ്യോമ പ്രതിരോധ തന്ത്രങ്ങൾ പാടെ അപ്രസക്തമാകും. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ അഭിമാനമായ J-20 പോലുള്ള 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ രഹസ്യ സ്വഭാവം തകർക്കാൻ ഈ പുതിയ ഇസ്രയേലി സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുമെന്നതാണ് പ്രധാന വെല്ലുവിളി. റഡാറുകളുടെ കണ്ണിൽ പെടാതെ പറക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ചൈനീസ് സ്റ്റെൽത്ത് വിമാനങ്ങളെ വളരെ ദൂരത്തു നിന്ന് തന്നെ കണ്ടെത്താൻ ബോയിങ് ഫാൽക്കണിലെ ELW-2090 റഡാറുകളുടെ പരിഷ്കരിച്ച പതിപ്പിന് കഴിയും. ചൈന തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തിയായ ടിബറ്റൻ മേഖലയിലും ലഡാക്ക് അതിർത്തിയിലും വൻതോതിൽ വ്യോമതാവളങ്ങളും വിമാനങ്ങളും വിന്യസിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഈ സംവിധാനം സ്വന്തമാക്കുന്നത് ചൈനയ്ക്ക് വലിയൊരു പ്രതിരോധ പ്രതിസന്ധി സൃഷ്ടിക്കും. കടുത്ത ഇലക്ട്രോണിക് യുദ്ധമുറകളിലും ജാമിംഗ് പ്രതിരോധങ്ങളെ ഭേദിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഇതിന് സാധിക്കുമെന്നതിനാൽ ചൈനീസ് വ്യോമസേനയുടെ ആധിപത്യ ശ്രമങ്ങൾക്ക് ഇത് വലിയൊരു തടസ്സമാകും. ഹിമാലയൻ അതിർത്തിയിലെ ഉയർന്ന മലനിരകൾ സൃഷ്ടിക്കുന്ന റഡാർ നിഴലുകളെ മറികടന്ന് അതിർത്തിക്കപ്പുറമുള്ള ചൈനീസ് നീക്കങ്ങൾ ഒപ്പിയെടുക്കാൻ ഈ സംവിധാനത്തിന് പ്രത്യേക കഴിവുണ്ട്. ഇന്ത്യ ഒരേ സമയം 2 അതിർത്തികളിൽ നിന്നും നേരിടുന്ന ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഈ ഒരു വിമാനത്തിന് സാധിക്കും. ചൈനയും പാകിസ്ഥാനും സംയുക്തമായി ഇന്ത്യക്കെതിരെ സൈനിക നീക്കങ്ങൾ നടത്തിയാൽ പോലും അതിവേഗത്തിൽ വിവരങ്ങൾ കൈമാറാനും യുദ്ധവിമാനങ്ങളെ കൃത്യമായി നയിക്കാനും ഈ സംവിധാനത്തിന് കഴിയും. ഇന്ത്യൻ വ്യോമസേനയുടെ നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധമുറയ്ക്ക് ഈ വിമാനം വലിയൊരു ഊർജ്ജമാകും. ചൈനയുടെ വിമാനങ്ങളിൽ നിന്നും പാകിസ്ഥാൻ്റെ റഡാറുകളിൽ നിന്നും പുറപ്പെടുന്ന സിഗ്നലുകളെ വിശകലനം ചെയ്ത് ശത്രുവിൻ്റെ പ്രതിരോധ താവളങ്ങളെ തകർക്കാൻ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് ഇത് കൃത്യമായ വഴികാട്ടും. ചുരുക്കത്തിൽ ഇസ്രായേലിൻ്റെ ഈ അത്യാധുനിക അവാക് സംവിധാനം ഭാരതം സ്വന്തമാക്കിയാൽ ഏഷ്യൻ മേഖലയിലെ വ്യോമസുരക്ഷാ സമവാക്യങ്ങളെ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റിമറിക്കാം. ചൈനയുടെ അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയ്ക്കും പാകിസ്ഥാൻ്റെ പരമ്പരാഗത വ്യോമതന്ത്രങ്ങൾക്കും ഒരേ സമയം കനത്ത പ്രഹരമേൽപ്പിക്കാൻ പോകുന്ന ഈ പ്രതിരോധ മുന്നേറ്റം അതിർത്തികളിൽ ഇന്ത്യയുടെ മേധാവിത്വം ഉറപ്പാക്കാൻ സഹായിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.